ഗൗതമിക്ക് എടുക്കുമ്പോൾ എപ്പോഴും അങ്ങനെ ഒരു സെക്കൻഡ് ഓപ്ഷൻ വേണം, ഒരു പ്ലാൻ ബി വേണം. ആ ഒരു രീതിയിലാണോ അക്കാഡമിക് ആയിട്ടുള്ള ആംഗിളിൽ പോകാൻ തോന്നിയത്? സി എനിക്ക് പണ്ടേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ആക്ച്വലി സിനിമയിൽ വരുമെന്ന്. കാരണം സ്കൂൾ തൊട്ടേ പഠിച്ച് എനിക്ക് ലൈക്ക് എൻട്രൻസ് ഒക്കെ എഴുതി ആ രീതിയിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. സോ സിനിമ എന്ന് പറഞ്ഞൊരു ലോകം തന്നെ അത്രയും ചെറിയ പ്രായത്തിൽ വാസ് വെരി ന്യൂ ഫോർ മീ. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു ഇനി കുറച്ചാൾ അതിൻ്റെ സിനിമ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ബേസിക്കലി അമ്മയ്ക്ക് വീട്ടിൽ ഭയങ്കര നിർബന്ധമായിരുന്നു പഠിത്തം തീർക്കണം എന്നുള്ളത്. അപ്പം ഒരു സിനിമ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സിനിമ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തന്നെ ആലോചിച്ചു ഞാൻ ചുമ്മാ വീട്ടിലിരിക്കുകയാണ്. അപ്പം വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് എനിക്ക് സമയം കളഞ്ഞിട്ട് എനിക്കൊന്നും പറ്റിയില്ല. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു വന്ന ആ സമയത്തിന് പഠിക്കാം, പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് സിനിമ വരുവാണെങ്കിൽ സിനിമ ചെയ്യാം, അങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്ന് വെച്ചിട്ട്. ഇപ്പൊ പൈസ സ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യത്തില് വളരെ സ്മാർട്ട് സ്പെൻഡർ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എവിടുന്നാ കേൾക്കുന്നത്? ഇതൊക്കെ ആരെങ്കിലും ഓരോന്നൊക്കെ പറഞ്ഞിരുന്നത്? ഇപ്പോ സേ മറ്റൊരു തിയറിയും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രസന്റിൽ ഇരിക്കുക, നമ്മൾ ഈ മൊമെന്റിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതും സൈക്കോളജി പഠിച്ചതിന് ശേഷം ഒരു തിയറി ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്യാൻ അച്ഛനും പറയാറുണ്ട് മൊമെന്റ് ജീവിക്കാന്നുള്ളത്. ഇതിപ്പോ ഈ രണ്ട് കാര്യം ബാലൻസ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ കയ്യിൽ പണമില്ല, പക്ഷെ നമുക്കൊരു സ്ഥലത്തേക്ക് യാത്ര പോകാനാണ് ആ മൊമെന്റിൽ തോന്നുന്നത്. ഇപ്പോൾ അഹാനയുടെ അമ്മ സിന്ധുകൃഷ്ണ എടുത്തൊരു ഇന്റർവ്യൂ പറയുകയാണ് അവർ സ്വർണം വിറ്റിട്ട് വരെ യാത്ര പോയിട്ടുണ്ട്. ആ യാത്ര അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് റെജുവിനേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പുറത്ത് നമ്മുടെ മണി ബാലൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബാലൻസ് എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ടല്ലോ, മാനേജ്മെന്റ് എന്ന് പറയുന്ന കാര്യം ഉണ്ടല്ലോ. അപ്പോൾ ലിവ് ഇൻ ദ മൊമെന്റും മണി മാനേജ്മെന്റും ഇത് എങ്ങനെയാണ് കോറിലേഷൻ വെക്കുക? ഇപ്പം എനിക്കിപ്പോൾ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ഇറ്റ്സ് നോട്ട് നെസസറി ദറ്റ് എനിക്ക് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെ നിൽക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. അവിടെ വല്ല ഹോസ്റ്റൽ ഉണ്ടെങ്കിലും ഒരു ടെന്റ് ഇട്ട് ക്യാമ്പയിൻ ആണെങ്കിലും ഞാൻ ഓക്കെയാണ്.